സർക്കാർ പ്രവാസികളുടെ ന്യായമായ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നേരിടേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരവുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. പ്രവാസികളുടെ നീറുന്ന ജീവൽ പ്രശ്നങ്ങളാണ് അവരെ സമരരംഗത്തേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തില് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചവരാണ് പ്രവാസികൾ എന്ന കാര്യം ആർക്കും അക്കാര്യം തർക്കമുണ്ടാവില്ല. ആ വിധത്തിൽ അവർ വർക്ക് ചെയ്തവരാണ്, കഷ്ടപ്പെട്ടവരാണ്. ഈ നാടിന്റെ സാമ്പത്തിക പശ്ചാത്തലം ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കുമള പോലെ ഈ പ്രവാസി കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കുമള എങ്ങനെയാണോ പൊട്ടുക അതുപോലെ പൊട്ടുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ സാമ്പത്തിക സാഹചര്യം വരുന്നത്. അത്തരത്തിലുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പ്രവാസികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചത്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ അനുവദിക്കുക, നിർദ്ദിഷ്ട ആരോഗ്യ ഇൻഷുറൻസ് കെയർ പദ്ധതിയിൽ തിരിച്ചുവന്ന മുഴുവൻ പ്രവാസികളെയും ഉൾപ്പെടുത്തുക, അതിന് സഹായകരമാവും വിധം മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് നോർക്ക ഐഡന്റിറ്റി കാർഡ് നൽകുക, തിരിച്ചുവന്ന പ്രവാസികൾക്കായുള്ള സംരംഭക ലോൺ നൽകുന്നത് ലളിതമാക്കുക, പുനരധിവാസ പദ്ധതികൾ ഉടൻ തന്നെ നടപ്പിലാക്കുക, തിരിച്ചുവന്ന പ്രവാസികളുടെ ഡാറ്റ ശേഖരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കുറ്റിക്കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി.കെ. മജീദ് ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. ഇമ്പിച്ചി മമ്മു ഹാജി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ടി.ടി. ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.